നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ജീവിതത്തിൽ എന്തെല്ലാം വേഷങ്ങൾ കെട്ടി ആടുന്നു. അതിലൊരു വേഷം ഇങ്ങനെയും ആടിയെന്ന് വിചാരിക്കാം. അത്രയുള്ളൂ ഇതൊക്കെ. നിനക്ക് ഇതിലെല്ലാം എങ്ങനെ ആശ്വാസം കണ്ടെത്താൻ കഴിയുന്നു മോളെ? അക്കാര്യത്തില് നമ്മൾ അമ്മയ്ക്കും മക്കൾക്കേ ഈശ്വരൻ കനിഞ്ഞു നൽകിയ ഒരു കഴിവുണ്ട്, അതിജീവനം. അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും നമ്മൾ അമ്മയും മക്കളും തന്നെയാ. അതുകൊണ്ട് തല പോകാത്ത എന്ത് കാര്യവും തല ഉയർത്തിപ്പിടിച്ച് തന്നെ നമ്മൾ നേരിടും. എന്റെ IAS പഠനത്തിലും എനിക്കിത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ വിഷ്ണു ഇപ്പൊ വന്നില്ലെങ്കിലും ഒന്നും സംഭവിക്കില്ല. അതിന്റെ പേരിൽ കണ്ണീര് പൊഴിക്കാനോ ആരെങ്കിലും കുറ്റപ്പെടുത്താനോ ഒന്നിനും ഞാൻ നിൽക്കില്ല. പോകാൻ തയ്യാറായി നിന്ന വേഷം അതങ്ങ് ഊരി മാറ്റിയിട്ടിട്ട് പഴയ ജീവിതമായിട്ട് അങ്ങ് പൊരുത്തപ്പെടും. എന്നാലും ഞാൻ പഠിക്കില്ല കേട്ടോ. ആഗ്രഹങ്ങളല്ലേ അമ്മ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന. അത് പെട്ടെന്നൊക്കെ സാധിച്ചു കിട്ടിയ പിന്നെ എന്ത് ജീവിതം. അമ്മേ അമ്മേ അച്ഛന്റെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അമ്മ അച്ഛന്റെ കുട്ടിക്കാലത്തെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പ ആ ഫോട്ടോ ആദ്യമായിട്ട് കണ്ടേക്കുന്നത് ഞാനാ. അച്ഛൻ ഫ്രീ ആവുമ്പോഴേ ഇപ്പോഴത്തെ ഫോട്ടോ അയച്ചുതരാന്നും പറഞ്ഞിട്ടുണ്ട്. എവിടെ ഫോട്ടോ? ശാരദാമ്മ നോക്കട്ടെ. ഇപ്പൊ അങ്ങനെ കാണണ്ട. ഇത്രയും നാൾ ഞാൻ ചോദിച്ചപ്പോ കാണിച്ചു തന്നില്ലല്ലോ. ചുമ്മാതാ ശാലിനി, നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇവളോരോന്ന് പറയുന്നത്. ഓ പിന്നെ എന്താ അമ്മ നമ്മള് പുതിയ വീട്ടിലേക്ക് പോവാത്തത്? നേരത്തെ വിളിച്ചെണീപ്പിച്ചിട്ട് ദേ ഇപ്പൊ എനിക്ക് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. എന്നാ പിന്നെ മോള് പോയി ഉറങ്ങിക്കോ. പോവാൻ നേരം അമ്മ ശാരദാമ്മ വിളിക്കാം. പൊയ്ക്കോ. എടി, എന്താ ഈ കേൾക്കുന്നത്? ഇനി ആരെങ്കിലും കൊച്ചിനെ കളിപ്പിക്കുന്നതാണോ? അല്ലാതെ ഇങ്ങനെ ഇപ്പൊ ആരാ അച്ഛനെന്നും പറഞ്ഞ് വിളിക്കാൻ? അതാരാണെന്ന് അറിയണോ അമ്മേ? എന്താ ഇതിന്റെ പിന്നിലെ ഉദ്ദേശമൊന്നും അറിയണം. ഞാനിപ്പോ എന്തായാലും ഈ കാത്തിരിപ്പ് അവസാനിപ്പിക്കാം. പാവം ഏതോ ലോക്കിപ്പെട്ടിരിക്കുക. എന്നോട് പറയാനുള്ള മടി കൊണ്ടായിരിക്കും ഫോൺ പോലും ചെയ്യാത്ത. ഞാനെന്തായാലും സത്യയുടെ ഫോണും നോക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.